ശിവ് നാടാർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നുവരുന്ന അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ലാത്ത കമ്പനിയാണ് HCL ടെക്നോളജീസ്. ഇന്ത്യൻ IT മേഖലയിലെ AI വിപ്ലവത്തിന് തുടക്കമിട്ട കമ്പനിയിൽ ശിവ് നാടാറിനൊപ്പം 8 വിഷണറി എഞ്ചിനീയർമാരുടെയും ലീഡർഷിപ്പിലാണ് കമ്പനി 1976 പിറവിയെടുക്കുന്നത്. 1978 തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 8-ബിറ്റ് മൈക്രോ കമ്പ്യൂട്ടർ പുറത്തിറക്കിക്കൊണ്ട് കമ്പനി ഇന്ത്യയിലെ അത്യാധുനിക കമ്പ്യൂട്ടർ വിപ്ലവത്തിന് തുടക്കമിട്ടു. ആപ്പിളിൻ്റെ ആദ്യ റിലീസിനൊപ്പവും IBMൻ്റെ PCയുടെ 3-ാം വർഷവും മുൻപാണ് HCL ടെക് ഈ മൈക്രോ കമ്പ്യൂട്ടർ റിലീസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ ഇന്നറിയുന്ന 1991കളിലാണ് ഒരു സോഫ്റ്റ്വെയർ സർവീസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് കമ്പനിയായി HCL ടെക് അറിയപ്പെടുന്നത്. മോഡേൺ ആപ്ലിക്കേഷനുകൾ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, സൈബർ സെക്യൂരിറ്റി, ബിസിനസ് പ്രോസസ് ഓപ്പറേഷൻസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ സൊല്യൂഷൻസ് ആണ് കമ്പനിയുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗ്, എംബഡഡ് സിസ്റ്റംസ് ആൻഡ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്നിവയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് R&D സർവീസസ് വിഭാഗത്തിൽ കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. IBMും മറ്റു പ്രധാന അക്വിസിഷൻസിലൂടെ നടത്തിയ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതാണ് HCLൻ്റെ സോഫ്റ്റ്വെയർ ഡിവിഷൻ കൈകാര്യം ചെയ്യുന്നത്. 60 രാജ്യങ്ങളിലായി 2 ലക്ഷത്തിലധികം എംപ്ലോയീസുമായി പ്രവർത്തിക്കുന്ന HCL ടെക് ഫിനാൻഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ, അവസാനം റീറ്റെയിൽ മേഖലകളായി ഫോർച്യൂൺ 500 കമ്പനികളെയാണ് സെർവ് ചെയ്യുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൻ്റെ 2-ാം പാദത്തിൽ $100 മില്യൺ കവിഞ്ഞ് സ്റ്റാൻഡ് അലോൺ അഡ്വാൻസ്ഡ് AI വരുമാനമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ IT സേവന കമ്പനിയായി HCL ടെക് ഒരു ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ പിന്നിടുകയുണ്ടായി. ഒരു AI എക്സ്പെരിമെൻറ്റേഷനിൽ നിന്ന് AI മോണിറ്റൈസേഷൻ നേടുന്നതിലേക്കുള്ള സ്ട്രാറ്റജിക് ടേണിംഗ് പോയിൻ്റായാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കമ്പനിയുടെ നെക്സ്റ്റ് ഫേസ് എന്ന CEO C വിജയകുമാർ വിശേഷിപ്പിച്ച ട്രാൻസിഷൻ ആയിരുന്നു ഇത്. ജനറേറ്റീവ് AI, ഏജൻറ്റിക് AI, ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് സർവീസസ് ആൻഡ് AI എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റീസ് എന്നിവയുൾപ്പെടെയുള്ള മുൻനിര AI സാങ്കേതിക വിദ്യകളിൽ നിന്നുള്ള വരുമാനം നമ്മൾ മുൻപ് പറഞ്ഞ ഈ $100 മില്യൺ ഉൾപ്പെടുന്നു. ക്വാർട്ടർലി റിസൾട്ടുകളിൽ ഇതുവരെ AI വരുമാനം പ്രത്യേകമായി കണക്കാക്കിയിട്ടില്ലാത്ത TCS, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും HCL ടെക്കിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്നതും ഇതുതന്നെയാണ്. HCL ടെക്കിൻ്റെ AI സക്സസ് ഗ്ലോബൽ ടെക്നോളജി മത്സരത്തിൽ ഇന്ത്യക്ക് ഫേവറബിളായ പൊസിഷനാണ് നൽകുന്നത്. നിലവിൽ IT കമ്പനികൾ ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചസായ AIയുടെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ, അവിടെ AI എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റീസ്, AI ഫൗണ്ടറി സർവീസസ് ആൻഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് AI ആക്സിലറേറ്റർ എന്നിവ വികസിപ്പിച്ചുകൊണ്ട് HCL ടെക് അത്യാധുനിക AI മോഡലുകളും എൻ്റർപ്രൈസുകളും തമ്മിലുള്ള ഗ്യാപ്പ് നികത്താൻ ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. മാനുഫാക്ചറിംഗ്, ഹെൽത്ത് കെയർ മുതൽ ഫിനാൻഷ്യൽ സർവീസസും ലോജിസ്റ്റിക് വരെയുള്ള മേഖലയിലുടനീളം ഒരു AI അഡോപ്ഷൻ എനേബിളറായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം HCL ടെക്കിൻ്റെ AI നേട്ടങ്ങൾ ഉൾപ്പെടുത്തുക മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അതിൻ്റെ എൻ്റർപ്രൈസ് ആപ്ലിക്കേഷനുകളെ സക്സസ്ഫുള്ളി ഷേപ്പ് ചെയ്യാൻ കൂടി സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ 2 ലക്ഷത്തിൽ പരം വരുന്ന സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് തുടർച്ചയായ ട്രെയിനിങ്ങിലൂടെ 90%-ലധികം AI എക്സ്പെർട്ടൈസ് നേടിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ ഉടനീളം AI ഇന്നോവേഷനെ നയിക്കാൻ തക്ക ടാലൻറ്റ് പൂളും കമ്പനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നർത്ഥം. ഹെവി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു അസറ്റ് ലൈറ്റ് AI സർവീസസ് മോഡൽ പ്രവർത്തിക്കുന്ന കമ്പനി മറ്റ് സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു സുസ്ഥിര വളർച്ചാ മാതൃക പ്രകടമാക്കുന്നു. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് HCL ടെക്കിൻ്റെ റവന്യൂ കോൺട്രിബ്യൂഷനിൽ 60%-ലധികം, അതായത് പകുതിയിലേറെ വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ US-ലെ നയതന്ത്ര തീരുമാനങ്ങൾ കമ്പനിയെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. അത്തരത്തിൽ സ്ട്രോങ് AI മൊമെൻറ്റം ഉണ്ടായിരുന്നിട്ടും US-ൻ്റെ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിലെ കട്ടും തദ്ദേശീയവൽക്കരണ സമ്മർദ്ദങ്ങളിൽ നിന്നും കമ്പനിക്ക് കനത്ത വെല്ലുവിളി ഫേസ് ചെയ്യുന്നുണ്ട്. US-ൽ നിന്നുണ്ടാകുന്ന ഈ നടപടികളെ നേരിടാൻ കമ്പനി പല സ്ട്രാറ്റജീസും കൈക്കൊണ്ടിട്ടുണ്ട്. അതിലാദ്യത്തേത് US-ലെ ലോക്കൽ ടാലൻസിന് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ലോവസ്റ്റ് H1B വിസ ഡിപ്പെൻഡൻസിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. ഇത് വിസ നിയന്ത്രണങ്ങളിലെ എക്സ്പോഷർ കുറയ്ക്കുന്നു. അടുത്തത് യൂറോപ്പിലും ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളുമായി ഫുട്പ്രിൻറ്റ് ഉള്ളതിനാൽ തന്നെ ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു പരിധിവരെ കമ്പനിയെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായി, എക്കോണമിക് സൈക്കിളിൽ അകപ്പെടാതെ ലോങ് ടൈം നോൺ ഡിസ്ക്രിഷണറി ഡീൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനി കൂടിയാണ് HCL ടെക്. 2023 $2.1 ബില്യൺ വെറൈസൺ മാനേജ്ഡ് നെറ്റ്വർക്ക് കരാറാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം.
ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാം. 2022 മുതൽ 25 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പ്രകടനം നോക്കുമ്പോൾ ഇൻഡസ്ട്രി ഹെഡ്വിൻസ് ഉണ്ടായിരുന്നിട്ട് പോലും സ്റ്റേബിളായ പെർഫോമൻസ് ഇക്കാലയളവിൽ കാഴ്ചവെക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 2022 സാമ്പത്തിക വർഷത്തിലെ വരുമാനം 85,651 കോടിയിൽ നിന്നും 1,17,055 കോടിയായി വളർന്നു. ഏകദേശം 11% CAGR. സെയിൽസ് ഗ്രോത്തിൽ ഈ കാണുന്ന നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെൻഡിങ്ങിൽ ക്ലയൻറ്റ്സ് കോഷ്യസ് ആയതും ഇൻഡസ്ട്രി റിലേറ്റഡ് ഹെഡ്വിൻസും സെയിൽസ് ഗ്രോത്തിൽ ഈ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമായി. എന്നിരുന്നാലും ഫിനാൻഷ്യൽ സർവീസസ്, ടെക്നോളജി, ടെലികോം വെർട്ടിക്കൽസിലെ HCL ടെക്കിൻ്റെ മികച്ച പ്രകടനം പല കോമ്പറ്റീറ്റേഴ്സിനെയും മറികടന്നു. 2022 സാമ്പത്തിക വർഷത്തിൽ 20,529 കോടിയിൽ നിന്നും 2025 ആയപ്പോഴേക്കും 25,504 കോടിയായി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉയർന്നു. എന്നിരുന്നാലും ഓപ്പറേറ്റിംഗ് മാർജിൻ 24% നിന്നും 22% നോർമലൈസ് ചെയ്തു. AI കേപ്പബിലിറ്റീസിലേക്കുള്ള നിക്ഷേപങ്ങളും വേജ് ഇൻഫ്ലേഷനും ഒക്കെയാണ് ഈ നോർമലൈസേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. EPS ഗ്രോത്തിൽ 2022 ഉണ്ടായിരുന്ന 49.74 നിന്നും 64.08 2025 9% CAGR ഗ്രോത്തുമാണ് നമ്മൾ കണ്ടത്. എഫക്റ്റീവായ കോസ്റ്റ് മാനേജ്മെൻറ്റും മെച്ചപ്പെട്ട അസറ്റ് യൂട്ടിലൈസേഷനുമാണ് റവന്യൂ എക്സ്പാൻഷൻ മറികടന്ന ബോട്ടം ലൈൻ ഗ്രോത്തിന് കാരണമായത്. 2025 സാമ്പത്തിക വർഷത്തിലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 2022 നിന്നും 10% CAGRോടെ 22,261 കോടി രൂപയിലെത്തി. കൂടാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ശേഷം ഫ്രീ ക്യാഷ് ഫ്ലോ 2025 ഏകദേശം 18,500 കോടി രൂപയാണ് കാണിക്കുന്നത്. 2024 20,000 കോടിയിൽ നിന്നും നമ്പേഴ്സിൽ സ്ലൈറ്റ് ഡിപ്പാണെങ്കിലും കമ്പനിയുടെ ക്യാഷ് ജനറേഷൻ എക്സലൻസിനെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ ഒരു കമ്പനിയുടെ ചിലവുകൾ നികത്തുന്നതിനും ഭാവി വളർച്ചയ്ക്ക് ആവശ്യമായ നിക്ഷേപത്തിനും തുടങ്ങി ഡിവിഡൻഡ് നൽകുന്നതിന് വരെ കമ്പനിയുടെ കടം കുറയ്ക്കുന്നതിനും വരെ കയ്യിലുള്ള ക്യാഷിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. HCL ടെക് എന്ന ഈ IT ഭീമൻ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്. AI നിന്ന് മാത്രമുള്ള $100 മില്യൺ വരുമാനം ഭാവിയിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. അതേസമയം US നിന്നുള്ള വെല്ലുവിളികളും മറ്റും നിയർ ടൈം റവന്യൂ വിസിബിലിറ്റിക്ക് അല്പം മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ആഗോള ആഭ്യന്തര തലങ്ങളിൽ മേഖലയിൽ കോമ്പറ്റീഷൻ കനക്കുമ്പോൾ മാർജിൻ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കമ്പനി പല നടപടികളും കൈക്കൊള്ളേണ്ടതുണ്ട്. എന്നിരുന്നാലും HCL ടെക്കിൻ്റെ എക്സിക്യൂഷനിലെ കൃത്യമായ ട്രാക്ക് റെക്കോർഡ്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഒപ്പം സ്ട്രാറ്റജിക് ഫോർസൈറ്റ് എന്നിവ ഏതൊരു നിക്ഷേപകനും പ്രതീക്ഷ നൽകുന്നതാണ്. റെസീലിയൻ്റായ ഓപ്പറേഷണൽ മോഡലും റെക്കോർഡ് ഉയരത്തിലുള്ള ഓർഡർ ബുക്കും കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ AI അധിഷ്ഠിത പരിവർത്തനവും ആഗോള IT സേവന മേഖലയിൽ അവസരങ്ങൾ തേടുന്ന നിക്ഷേപകർക്കുള്ള HCL ടെക്കിൻ്റെ തുറന്നിടുന്ന സാധ്യതകൾ അനന്തമാണ്. ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കപ്പുറത്തേക്ക് ഒരു കമ്പനിയുടെ ദീർഘകാല കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് തിരിച്ചറിയുന്നതിലാണ് വിജയമുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് വാരൻ ബഫറ്റ്. അതുപോലെ തന്നെ AIയുടെ കടന്നുവരവ് പല ആശങ്കകൾ സൃഷ്ടിക്കുമ്പോഴും അതിൻ്റെ സാധ്യതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തത്രയുമാണ്. അവിടെയാണ് HCL ടെക് പോലുള്ള കമ്പനിയുടെ ഭാവി അടയാളപ്പെടുത്തുന്നത്. ഇത്തരം മേഖലകളിൽ വളർച്ചാ സാധ്യതകൾ തിരയുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് HCL ടെക്. ഭാവിയിൽ ഒരു പൊട്ടൻഷ്യൽ അപ്മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള കമ്പനി കൂടിയാണ് HCL ടെക്. ഓർക്കുക, ഇതൊരു നിക്ഷേപ ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് മാത്രമുള്ളതാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു സെബി രജിസ്ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തോടെ മാത്രം ചെയ്യുക. വീണ്ടും മറ്റൊരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസുമായി സ്റ്റോക്ക് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ